എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമുക്കിന്നൊരു മാമ്പഴ പുളിശ്ശേരി വെക്കാം. മാമ്പഴം എനിക്കൊരാളുടെ കുറച്ച് മാങ്ങ കൊണ്ടു തന്നു, നാട്ടുമാങ്ങ. അത് നമുക്ക് കറി വെക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. പച്ചമുളക് കറി ഇട്ടു, മാങ്ങ ഇട്ടു, മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് വേവിക്കണം. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടു. ഈ അടുപ്പയിലോട്ട് വെക്കാം. അടുപ്പയിലാണ് വെക്കുന്നത്. അടുപ്പയിലോട്ട് വെച്ചു. അടുപ്പിൽ വെച്ചത് വേവട്ടെ. ഇനി നമുക്ക് അരപ്പിനുള്ള എടുക്കാം. 2 കഷ്ണം ചുമന്നുള്ളി, 2 കഷ്ണം ചുമന്നുള്ളി, 2 കഷ്ണം ചുവന്നുള്ളി, തേങ്ങ, ഒരു അരമുറി തികച്ച് വേണ്ട, കുറച്ച് മതിയല്ലോ. അരമുറി തികച്ച് വേണ്ട. എന്നിട്ട് ഇച്ചിരി നല്ല ജീരകം, ഇത്രയും കൂടെ അരയ്ക്കണം. അരച്ചുകൊണ്ട് വരട്ടെ. നമുക്ക് നോക്കാം എന്തോ തിളച്ചോ. തിളച്ചു. ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ വേണം. എല്ലാവർക്കും ഇഷ്ടമാണ് മാമ്പഴപ്പുളിശ്ശേരി. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എല്ലാം അടിപൊളി. ചിലർ ശർക്കര ഇടുന്നത്. എനിക്ക് അങ്ങനത്തെ ശർക്കര ഇഷ്ടമല്ല. അപ്പോൾ കളർ ഇവിടുത്തെ ഇരിക്കുന്ന ശർക്കര കറുപ്പാണ്. അതുകൊണ്ട് കറുത്ത കളറാവും. അതുകൊണ്ട് പഞ്ചസാര ശർക്കര ഇടണം. ഒത്തിരി ഇടരുത്, ശകലമേ ഇടാവും. മാങ്ങ വെന്തു. മാങ്ങ എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തു. നമുക്കിനി അരപ്പൊഴിക്കാം. ഈ കുറച്ചേച്ച്. അപ്പോൾ ഇതിനെന്തോ ഇതൊന്നും സാധനങ്ങളൊന്നും വേണ്ട നമുക്ക്. 2 പച്ചമുളക് കീറിയിട്ട് മാങ്ങായും പഴുത്ത മാങ്ങായും ഇട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് നല്ലപോലെ തേങ്ങായും ഒരു ശകലം ജീരകവും ഒരു ശകലം ചുവന്നുള്ളിയും കൂടെ അരച്ച് കലക്കി ഒരു ശകലം മധുരം ഇട്ട് നമ്മൾ കടുവറുത്ത് വെക്കുക. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നാൽ ഇതിനെ അരപ്പങ്ങോട്ട് ഒഴിക്കട്ടെ. അരപ്പൊഴിച്ച് തിളക്കരുത്. തൈരായാലും തേങ്ങ ആയാലും എന്തായാലും നമ്മൾ ഇത് വെക്കുമ്പോൾ തിളക്കരുത്. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കുറുവും. അപ്പോൾ ഇളക്കി പെട്ടെന്നാണ് വരുന്നത്. മാങ്ങയല്ലേ, ഞാൻ 2 തവണ ഇളക്കുമ്പോൾ കുഞ്ഞു മാങ്ങയായിരുന്നു. ഉപ്പ് നോക്കട്ടെ. അടിപൊളി. വാങ്ങട്ടെ. മാങ്ങി വെക്കട്ടില്ലേ, തിളക്കി വാങ്ങി വെച്ചു. കറിവേപ്പില ഇട്ടു. 2 ഉലുവ, കടുക്, വെളിച്ചെണ്ണ ഒഴിച്ചു. നെയ്യ് ഒഴിച്ചാൽ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് നമ്മൾ നെയ്യ് ഒഴിക്കാം.
ഒരു തുള്ളി എണ്ണയും ഒഴിക്കാം. കടുക് പൊട്ടി ഇതിനകത്തോട്ട് ഒഴിക്കാം. ഓൾറെഡി മരമുള്ള മാങ്ങ ഒരു ശകലം ശകലം ഇത്തിരി വേണം. അപ്പം നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണ്. മാങ്ങായും പച്ചമുളകും കീറിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് കഴിഞ്ഞ് നല്ലപോലെ ജീരകവും ചുവന്നുള്ളി തേങ്ങ അരച്ച് ഇത് വെന്തുടങ്ങി അതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ വാങ്ങി കടുക് വറുത്ത് എളുപ്പമാണ്. എല്ലാവരും ഇത് കണ്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മാങ്ങ കിട്ടുന്നവർ കണ്ടോ. എനിക്കൊരാൾ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മാങ്ങ ഇല്ല. കണ്ടോ, നല്ല അടിപൊളി മാങ്ങാക്കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.